ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീന ഉബൈദ്. ഇന്ന് നമ്മൾ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കഴിക്കാൻ നല്ല രുചിയുള്ള ദോശയാണ് ഇത് കേട്ടോ. ഉഴുന്ന് ചേർക്കാതെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കഴിക്കാൻ നല്ല രുചിയുള്ള സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിനാവശ്യമായിട്ട് നമ്മൾക്ക് ഇവിടെ പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. 250 ml 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നോട്, പിന്നെ കൈ ലെഫ്റ്റ് ഹാൻഡ് ആണോ മോള് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് അല്ല, എൻ്റെ ഈ ഒരു കൈ കപ്പ് പിടിച്ച കൈ അത് റൈറ്റ് ഹാൻഡാണ്. മറ്റേ ആ കാണിക്കുന്ന കൈയാണ് ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഇത് അറിയാത്തത് കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 തവണ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമ്മൾക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ നമ്മൾക്കിതങ്ങനെ വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി ഒന്ന് അരി ആട്ടി വെക്കണം. അപ്പോൾ ഞാനിത് രാവിലെയാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ അരിയൊക്കെ നല്ലപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ അരി എടുത്തില്ലേ, ആ ഒരു കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുള്ളത്, 250 ml. അപ്പോൾ ക്ലാസ്സിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ക്ലാസ്സിനാണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിന് കണക്കാക്കി അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത തേങ്ങ, നമ്മളിത് കോക്കനട്ട് ദോശയാണല്ലോ, അപ്പോൾ തേങ്ങ നമ്മൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാൻ നോക്കണം. ഇപ്പോൾ ഞാൻ 2.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇല്ലാത്തവർ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ കോക്കനട്ട് ദോശ ആയതുകൊണ്ട് നമ്മൾക്ക് തേങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി സോഫ്റ്റ്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു ദോശയാണ്. ഞാൻ പറയാൻ മാത്രമല്ല, ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ പിന്നെ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് 2 തവണ ആയിട്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത്. നമ്മൾ മിക്സിയിൽ ഇതിൽ ഒറ്റ ട്രിപ്പായിട്ട് അങ്ങനെ അരച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ 2 തവണ ആയിട്ട് ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് നമ്മൾ ആട്ടിയെടുക്കൂലേ, ആ ഒരു പാകത്തിനാണ് നമ്മൾ ആട്ടിയെടുക്കേണ്ടത്. കുറച്ച് കട്ടിയിലാണ്, ദോശൻ്റെ ആ ഒരു പരുവത്തിലാവരുത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി വന്ന ചോറ് കൊണ്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണെന്നൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ളൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണത്. അപ്പോൾ അത് കാണാത്തവരെല്ലാവരും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ ഞാൻ 2 തവണ പിന്നെ നമ്മളെ അരിയൊക്കെ ഒന്ന് ആട്ടിയെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. ഇനി കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് നമ്മൾക്ക് രാവിലെ ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് ആട്ടി വെക്കുന്നത്. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ പലഹാരം ഈ അപ്പം ഉണ്ടാക്കില്ല, അപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇഡ്ഡലി ദോശ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ, അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ കൈ വെച്ചിട്ടും ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്കിതൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് നമുക്ക് മാവ് നല്ല പെർഫെക്റ്റായി കിട്ടാനൊന്ന് നല്ല ഒരു ടൈറ്റുള്ളൊരു അടപ്പ് വെച്ചിട്ടൊന്ന് നല്ല പോലെ അടച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ അത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല നമ്മളെ ദോശേൻ്റെ മാവ്, നമ്മളെ അപ്പെന്നും ദോശ അതുപോലെ ദോപ്പം എന്നും പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കേട്ടോ ഇതിന്. അപ്പോൾ നമ്മളെ കോക്കനട്ട് ദോശ അപ്പെന്നും പറയാം. ഇതാ മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി തരണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇപ്പോൾ പാന് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ
ഈ അപ്പമൊക്കെ ഉണ്ടാക്കൂല ആ ഒരു വെള്ളപ്പമല്ല നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കണ ആ ഒരു പാനിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ പാനൊന്ന് ചൂടായതിന് ശേഷം ഞാനൊരു തവി മാവ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ദോശക്ക് പരത്തുന്ന അത്രയും നല്ല നൈസായിട്ട് നല്ല വലുപ്പത്തിൽ പരത്തി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ഒന്ന് ഫ്ലെയിം നമ്മൾ ആ തവി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഒന്ന് ഫ്ലെയിം ഞാനൊന്ന് കൂട്ടി കൊടുത്തതിന് ശേഷം നല്ല ഹോൾസ് വന്നതിന് ശേഷം മാത്രം നമ്മൾക്കിതൊന്ന് അടച്ചു വെക്കുക. ഒരു സെക്കൻഡ് മാത്രം മതി കേട്ടോ. കുറച്ചൊരു ടൈം കൊണ്ട് നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. ഇപ്പോൾ ഇതാ ഹോൾസൊക്കെ വന്നതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയണില്ല. അപ്പോൾ ഈ ഒരു അപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബീഫ് കറി, ചിക്കൻ കറി, മുട്ടക്കറി, ചട്നിയും ഒക്കെ നമുക്ക് വെജിറ്റബിൾസ് കറി എന്ത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു അപ്പം കഴിക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഒരു അപ്പം അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു തവി കൂടി ഞാനിതാ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാന് നല്ല ചൂടാവണേ. ചൂടായതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ ചെറുതായിട്ടൊന്ന് ആ തവി വെച്ചിട്ട് ഒന്നങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. പിന്നെ ഹോൾസ് വന്നതിന് ശേഷം അത് വേണ്ട, ഇതുപോലെ ഹോൾസ് വരണേ. ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം നമ്മൾക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 3-4 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് അറിയാം അത് കൂടുതലൊന്നും പിന്നെ നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതാക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയൊക്കെ കരിഞ്ഞ് പോകും. ഇപ്പോൾ ഞാനങ്ങനെ എല്ലാ അപ്പവും ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കി. ഇതിപ്പോൾ ഞാൻ ഈ ഉപ്പ് ഇത് മാവ് ചട്ടിയിൽ ഒഴിക്കണ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാനും മറക്കണ്ട. പിന്നെ പഞ്ചസാര ഇട്ടിട്ടു നമ്മൾക്ക് ഇത് ഉണ്ടാക്കുക. ഞാൻ ഉപ്പ് ഇട്ടിട്ട് കുറച്ചുണ്ടാക്കി, പിന്നെ ബാക്കി ഞാൻ പഞ്ചസാര ഇട്ടിട്ടുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ അപ്പോൾ നമ്മളെ ദോശ, കോക്കനട്ട് ദോശ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടാവില്ലേ, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെയുള്ളൊരു ദോശ തന്നെയായിരുന്നു അപ്പെന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒന്നുകൂടി പറയുകയാണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കുക. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ ചട്നിയും ദോശയും കൂടിയാണ് കഴിക്കാൻ. ഞാൻ ചട്നിയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, ചമ്മന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.